എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായിട്ട് നല്ല മടിയായാണ് അത് വീഡിയോ ഒന്നും വരാത്തത്. എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിച്ചായിരുന്നു ഞാൻ. എല്ലാവരും പറഞ്ഞ പോലെ ആദ്യം ഉണ്ടാകുന്ന തിടുക്കം മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇല്ല, ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് എറണാകുളത്തേക്ക് പോവുക, അല്ല സോറി മാറിപ്പോയി, ട്രിവാൻഡ്രത്തേക്ക് പോവുക. കണ്ണൂർ ടു ട്രിവാൻഡ്രം. നമ്മൾ പോകുന്നത് ഓട്ടോയിലല്ല ഗായ്സ്, നമ്മൾ പോകുന്നത് വന്ദേ ഭാരതിലാണ്. വന്ദേ ഭാരതിൽ. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ ഇതെന്ത് ഇത്ര വെയിലിപ്പോൾ ഇവിടെയൊക്കെ മഴയാണല്ലോ? അതെ, ഞാനിത് 1 മാസം മുന്നേ എടുത്ത വീഡിയോ. ഇപ്പം മനസ്സിലായല്ലോ എൻ്റെ എഡിറ്റിങ്ങിൻ്റെ മടി എത്രത്തോളം ഇരിക്കുന്നു എന്ന്. ഈ എഡിറ്റ് ചെയ്ത് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ സമ്മതിക്കണം ഗൈസ്, എനിക്ക് അത്ര ക്ഷമയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു 2:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 3:30 ട്രെയിനെങ്കിലും വന്ദേ ഭാരത് അത്ര സമയമല്ലേ നിർത്തിയുള്ളൂ. സോ എന്തെങ്കിലും ട്രാഫിക്കായി സീനാവേണ്ടെന്ന് വിചാരിച്ച് വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിനിടയ്ക്ക് ഇതാ ബസ്സിനെ ഞാൻ തോൽപ്പിച്ചേ, അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ടാണ് ഓട്ടോയിൽ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തി ഞാൻ പ്ലാറ്റ്ഫോമൊക്കെ നോക്കുമ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലെ വന്ദേ ഭാരത് വരിക. ദെൻ എൻ്റെ കയ്യിൽ മറ്റേ ട്രോളി ബാഗൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മടി കയറ്റി ഞാൻ എന്ത് ചെയ്തു, ലിഫ്റ്റ് കയറി പോയി. കുറച്ചധികം ദിവസം ഉണ്ടായിരുന്നു പ്രോഗ്രാം. കണ്ട ട്രോളി വിളിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ വീഡിയോ എല്ലാം ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, എന്നാലും മാത്രമേ ഞാൻ ഇടുന്നതൊക്കെ അപ്പം കാണാൻ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ തപ്പി പിടിച്ച് പോയി കാണേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ ട്രെയിൻ വന്നിരിക്കുന്നു ഗൈസ്. ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറി. 14ാമത്തെ സീറ്റാണ് എൻ്റെ സീറ്റ്, വിൻഡോ സീറ്റ്. റിയ ചേച്ചിയാണ് ഗായ്സ് എനിക്ക് ബുക്ക് ചെയ്ത് തന്നത്. സജനാൻ്റീൻ്റെ പ്രോഗ്രാമിന് പോകുമ്പോൾ സജനാൻ്റി എപ്പോഴും ഇങ്ങനെ വന്ദേ ഭാരത് പിന്നെ AC കോച്ച് ഇതിലൊക്കെ എന്നെ കൊണ്ടുപോയിനോ. ചേച്ചി അങ്ങനെയാണ്, ചേച്ചി ഇങ്ങനെ സ്നേഹം കൊണ്ട് വീർപ്പ് പൊട്ടിക്കും. പക്ഷേ ഇല്ല ഗൈസ്, ഞാൻ വെരി ഓപ്പണായിട്ട് പറയാം, സജനാൻ്റീൻ്റെ ടീമിൽ എത്തിയതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. വേറൊന്നുമല്ല, അവരെ ട്രീറ്റ് ചെയ്യുന്ന ആ വേ ഞാൻ വേറൊരു ഡാൻസ് ടീമിലും ഞാൻ കണ്ടിട്ടില്ല. ഈവൻ നമ്മൾ ചില ആൾക്കാരൊന്നും നമ്മൾ വീട്ടിലെത്തിയോന്ന് അവർ ചോദിക്കുക പോലില്ല. പക്ഷേ സജനാൻ്റി അങ്ങനെയല്ല, നമ്മൾ കയറുന്ന തൊട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് തൊട്ട് നമ്മൾ വീട്ടിലെത്തുന്ന വരെ ഷീ വിൽ കെയർസ് ലൈക്ക് ഹെർ ഓൺ ചിൽഡ്രൻസ്. അങ്ങനെയൊക്കെ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ട്രെയിനിൻ്റെ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ചേച്ചീൻ്റെ കഥ പറയുന്നത്? ചേച്ചീൻ്റെ പ്രോഗ്രാമിന് ചേച്ചീൻ്റെ നാട്ടിൽ ചേച്ചി ബുക്ക് ചെയ്ത് തന്ന ട്രെയിനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ കഥ പറയാം. എന്താ വേണ്ടല്ലോ, അപ്പം ചേച്ചീനല്ലേ പറയണ്ടേ? ഓക്കെ, അതൊക്കെ പോട്ടെ. അതിനിടയ്ക്ക് ഞാൻ AC-യിലിരുന്ന് തണുത്ത് ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് പുറത്തിറങ്ങി. നോക്കുമ്പോൾ മഴ. ഞാൻ അടിപൊളിയാണല്ലോ, പക്ഷെ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ മഴയില്ല. അപ്പോൾ അവരെന്തോ ക്ലീൻ ചെയ്യേണ്ട എന്തോ ഐഡിയ ആയിരുന്നു ഗൈസ്. ഞാൻ വെറുതെ മഴ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നതാണ്, പക്ഷേ പറ്റിച്ചു. അങ്ങനെ എനിക്ക് ആക്ച്വലി ഈ വന്ദേ ഭാരതിൽ ഞാൻ ആദ്യമായിട്ടല്ല പോകുന്നത്. ചേച്ചി തന്നെ ബുക്ക് ചെയ്തിട്ട് ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശിവം. ഞാനൊരിക്കൽ ബോറടിച്ച് പുറത്തിരുന്നപ്പോൾ എന്നോട് സംസാരിച്ച് അങ്ങനെ നമ്മൾ കമ്പനി ആയതാ. आपका नाम क्या है? मेरा नाम शुएब है। शुहैब। मेरा नाम मोहसिन। हाँ जी। ഞാൻ പൊതുവേ എല്ലാവരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ അടുത്ത് ജാട മൊട ഒക്കെ കാണിച്ചാൽ ഞാൻ പിന്നെ അവരെ തിരിഞ്ഞു നോക്കില്ല. അതർവൈസ് എനിക്ക് കുഴപ്പമില്ല, അവരോട് മിണ്ടിയാൽ ഞാൻ കമ്പനി ആയിരിക്കും. എനിക്കിഷ്ടമായി എന്നുണ്ടെങ്കിൽ ഞാൻ ചറപറ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ എനിക്കിങ്ങനെ അനങ്ങാണ്ടിരിക്കുക. എൻ്റെ ഇപ്പുറത്താണെങ്കിൽ ഒരു ചേട്ടൻ ലാപ്ടോപ്പ് വെച്ച് ഭയങ്കര പണിയാണ്, ഭയങ്കര ഗൗരവത്തിലിരിക്കുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കപ്പുറതി കൊള്ളുന്നില്ല. അങ്ങനെയാണ് ഞാൻ പുറത്തിറങ്ങി ഞാൻ ഇവരോട് സംസാരിച്ചു. അവരോടൊക്കെ സംസാരിച്ചപ്പോഴാണ് ഒരു റിലാക്സേഷൻ കിട്ടിയത് ഗൈസ്, അല്ലെങ്കിൽ ഞാൻ വീർപ്പുമുട്ടി ചത്തേനെ. അപ്പം നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സ് കഴിച്ചു. ദെൻ ഇത് നിങ്ങളൊക്കെ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നത് അങ്ങനെയല്ല ഗൈസ്. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വായിക്കും കേട്ടോ, കാരണം എൻ്റെ വീട്ടിൽ കുറച്ച് ബുക്കുണ്ട്, അച്ഛൻ നല്ലോണം വായിക്കും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ട്രെയിനിൽ പോകുന്നതല്ലേ, നമുക്ക് എന്തെങ്കിലും വായിച്ചൊക്കെ ഇരിക്കാം. അങ്ങനെ ഇവിടുന്ന് ഒരു ബുക്ക് എടുത്തു, ബാഗിലിട്ടു, അവിടെ കൊണ്ടുപോയി വായിച്ചു. അതിനിടയ്ക്ക് നമുക്ക് ഫുഡ് വന്നൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആ ഷോർട്സ് വീഡിയോ നോക്കിയാൽ കിട്ടും. ഞാൻ ഫുഡ് കഴിച്ച് കൈ കഴുകാൻ പോയപ്പോൾ എഗെയിൻ അവരെനിക്ക് ഫ്ലവേഴ്സ് കൊണ്ടു തന്നു. അവർക്ക് മനസ്സിലായി എനിക്കിഷ്ടപ്പെട്ടു, അങ്ങനെ അവർ കൊണ്ടു തന്നു. പിന്നെ ഇതാ നമ്മൾ ഇറങ്ങാനായി ഗൈസ്. ട്രിവാൻഡ്രം എത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രത്ത് എത്തി. പിന്നെ സജനാൻ്റി, ഞാൻ പറഞ്ഞില്ലേ സജനാൻ്റിനെ കൂട്ടാൻ വന്നു. ഞാൻ പറഞ്ഞതുപോലല്ലേ ചേച്ചി എന്നോട് പറഞ്ഞില്ല. എന്നോട് ചോദിച്ചു എവിടെ എത്തി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. റിയ ചേച്ചി ഉണ്ടായിരുന്നു. റിയ ചേച്ചി സജനാൻ്റീൻ്റെ മോളാ. അപ്പം ഞാൻ പറഞ്ഞു എവിടെ എത്തി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങുന്ന സമയം അവരെത്തിയിട്ടുണ്ടായിരുന്നു. അവരെന്നെ പിക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി. ഇത് വളരെ ചെറിയൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.